അധ്യായം 113 സൂറത്തുൽ ഫലഖ്. പുലരി. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 5. മദീനയിൽ അവതരിച്ചതാണെന്നും അഭിപ്രായമുണ്ട്. ഈ സൂറത്തിനും അടുത്ത സൂറത്തിനും ചേർന്ന് അൽ മുഅവ്വിദത്താനി എന്ന് പറയപ്പെടുന്നു. ശരണം അഥവാ രക്ഷ നൽകുന്ന 2 സൂറത്തുകൾ എന്നർത്ഥം. വിവിധ തരത്തിൽ ഉണ്ടാകുന്ന കെടുതലുകളിൽ നിന്ന് അള്ളാഹുവിൽ ശരണം പ്രാപിക്കുകയും അവനോട് രക്ഷ തേടുകയും ചെയ്യുവാൻ പഠിപ്പിക്കുന്നതാണ് 2 സൂറത്തുകളും. 2 സൂറത്തുകളുടെയും പ്രാധാന്യം കുറിക്കുന്ന പല ഹദീസുകളും റിവായത്തുകളും വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പ്രസ്താവിച്ചതായി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഈ രാത്രി അവതരിപ്പിക്കപ്പെട്ട ചില ആയത്തുകൾ താൻ കണ്ടില്ലേ? അതുപോലെയുള്ളവ തീരെ കാണപ്പെട്ടിട്ടില്ല. അതായത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവ. അഹ്മദ്, മുസ്ലിം, തിർമിദി, നസായി. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നസായി റഹിമഹുല്ലയുടെ ഒരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായും വന്നിരിക്കുന്നു: ഏതൊരാൾക്കും ചോദിക്കുവാനും രക്ഷ തേടുവാനും ഇവയെപ്പോലെ മറ്റൊന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വചനം 1. ഖുൽ, പറയുക, അഊദു, ഞാൻ ശരണം തേടുന്നു, രക്ഷ, അഭയം, കാവൽ തേടുന്നു. ബി റബ്ബി, റബ്ബിനോട്, റബ്ബിൽ. അൽ ഫലഖ്, പുലരിയുടെ, പ്രഭാതത്തിൻ്റെ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പറയുക, പുലരിയുടെ അഥവാ പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു. വചനം 2. മിൻ ശർരി മാ, യാതൊന്നിൻ്റെ കെടുതിയിൽ നിന്ന്, ദോഷത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്. ഖലഖ, അവൻ സൃഷ്ടിച്ച. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്ന്. വചനം 3. മിൻ ശർരി, കെടുതിയിൽ നിന്നും. ഗാസിഖിൻ, ഇരുട്ടിയ രാത്രിയുടെ. ഇദാ വഖബ്, അത് മൂടി വരുമ്പോൾ, മൂടിയാൽ. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുട്ടിയ രാത്രി മൂടി വരുമ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്നും. വചനം 4. വമിൻ ശർരി, കെടുതിയിൽ നിന്നും. അന്നഫാസാത്ത്, ഊത്തുകാരുടെ, ഊത്തുകാരികളുടെ, മന്ത്രം നടത്തുന്നവരുടെ. ഫിൽ ഉഖദ്, കെട്ടുകളിൽ. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ച് ഊതുന്നവരുടെ കെടുതിയിൽ നിന്നും. വചനം 5. വമിൻ ശർരി, കെടുതിയിൽ നിന്നും. ഹാസിദിൻ, അസൂയ വെക്കുന്നവന്റെ. ഇദാ ഹസദ്, അവൻ അസൂയ വെക്കുമ്പോൾ, അസൂയപ്പെട്ടാൽ. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവന്റെ കെടുതിയിൽ നിന്നും ശരണം തേടുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗുണവിശേഷങ്ങളെ വിവരിച്ചു തന്നുകൊണ്ട് യഥാർത്ഥവും നിഷ്കളങ്കവുമായ തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു. തൗഹീദിൽ ശിർക്കിൻ്റെ യാതൊരുവിധ കലർപ്പും ഉണ്ടാവാൻ പാടില്ലെന്നും എല്ലാ കലർപ്പിൽ നിന്നും പരിശുദ്ധനാണ് അള്ളാഹു എന്നും ഏതെങ്കിലും വിധേന ഒരു വസ്തുവിന് അള്ളാഹുവിനോടുള്ള സാദൃശ്യം കൽപ്പിക്കൽ ശിർക്കാണെന്നും അതിൽ നിന്ന് സ്പഷ്ടമാകുകയും ചെയ്തു. ശിർക്കിൻ്റെ ഇനങ്ങളിൽ പ്രധാനമായതും കൂടുതൽ പ്രചാരത്തിലുള്ളതും അള്ളാഹുവിൻ്റെ കഴിവിലും അധികാരാവകാശത്തിലും അള്ളാഹു അല്ലാത്ത വല്ലവർക്കും പങ്കാളിത്തം കൽപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് ശാന്തിയും രക്ഷയും തേടലാകുന്നു. തൗഹീദിൻ്റെ നിഷേധികളിൽ നിന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാത്തവരിൽ നിന്നും വിശ്വാസം അടിയുറച്ചിട്ടില്ലാത്തവരിൽ നിന്നും ഇതുണ്ടാകുന്നു. ബാഹ്യമായ കാര്യകാരണബന്ധങ്ങളിലൂടെ മറ്റു വല്ലവരിലും അഭയം പ്രാപിക്കുകയോ അവരോട് രക്ഷ തേടുകയോ ചെയ്യുന്നത് ശിർക്കാണെന്ന് ഇതിനർത്ഥമില്ല. അദൃശ്യവും മനുഷ്യ സാധാരണമല്ലാത്തതുമായ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവരോട് രക്ഷക്കപേക്ഷിക്കലാണ് പാടില്ലാത്തത്. അതുകൊണ്ട് കഴിഞ്ഞ സൂറത്തിൽ തൗഹീദ് വിവരിച്ചതിനു ശേഷം തുടർന്നുള്ള 2 സൂറത്തുകളിലും
എങ്ങനെയാണ്, ആരോടാണ്, ഏതു പ്രകാരത്തിലാണ്, ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ശരണവും രക്ഷയും തേടേണ്ടത് എന്നൊക്കെ നമ്മെ പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പറയുക, ഞാൻ പുലരിയുടെ റബ്ബിനോട് ശരണം തേടുന്നു. അൽ ഫലഖ് എന്നാൽ പിളർത്തുക എന്നാണ് അതിൻ്റെ സാക്ഷാൽ അർത്ഥം. മണ്ണു പിളർത്തി ധാന്യം മുളപ്പിക്കൽ, ധാന്യം പിളർത്തി അതിൻ്റെ മുള പൊട്ടിക്കൽ, ഭൂമി പിളർത്തി ഉറവ് പുറപ്പെടുവിക്കൽ, ഗർഭാശയം പിളർത്തി ശിശുവെ പുറപ്പെടുവിക്കൽ എന്നിവയിലെല്ലാം ആ വാക്ക് ഉപയോഗിക്കാം. ഈ അർത്ഥത്തിലാണ് ഇന്നല്ലാഹ ഫാലിക്കുൽ ഹബ്ബി വന്നവ, നിശ്ചയമായും അള്ളാഹു ധാന്യത്തെയും കരുവിനെ അഥവാ പരപ്പിനെയും പിളർത്തുന്നവനാണ് എന്നും സൂറത്തുൽ അൻആം 95. ഫാലിക്കുൽ ഇസ്ബാഹ്, പ്രഭാതത്തെ പിളർത്തിയവൻ, സൂറത്തുൽ അൻആം 96 എന്നുമുള്ള വചനങ്ങൾ. സാമാന്യമായ ഈ അർത്ഥം സ്വീകരിക്കുമ്പോൾ ഒന്ന് പിളർത്തി അതിൽ നിന്ന് മറ്റൊന്ന് ഉത്ഭവിപ്പിക്കുന്ന അഥവാ സൃഷ്ടിച്ചുണ്ടാക്കുന്ന റബ്ബിനോട് ശരണം തേടുന്നു എന്നായിരിക്കും ഇവിടെ വിവക്ഷ. രാത്രിയുടെ ഇരുട്ട് പിളർന്ന് അതിൽ നിന്നാണല്ലോ പ്രഭാതത്തിൻ്റെ പുലരി വെളിപ്പെടുന്നത്. ആകയാൽ പുലരി അല്ലെങ്കിൽ പ്രഭാതം എന്ന അർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്നു. ഈ അർത്ഥമാണ് മുഫസ്സിറുകൾ ഏതാനും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. പരിഭാഷയിൽ നാമും അതുതന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഫലക്കുമായി അർത്ഥസാമ്യമുള്ള മറ്റൊരു വാക്കാണ് അൽ ഫജ്ർ. പ്രഭാതം എന്ന അർത്ഥത്തിൽ കൂടുതൽ ഉപയോഗത്തിലുള്ളത് അതാണ്. ഇവിടെ ഫലക്ക് കൊണ്ടുള്ള വിവക്ഷ രണ്ടിൽ ഏതായാലും ശരി, അതിൻ്റെ കർത്താവ് ലോകരക്ഷിതാവായ അള്ളാഹു തന്നെയാണല്ലോ. അപ്പോൾ ശരണവും രക്ഷയും തേടുന്നത് അവനോടായിരിക്കണം, മറ്റാരിൽ നിന്നും ആവരുത്. അവങ്കൽ നിന്നേ അത് ലഭിക്കുകയുള്ളൂ എന്നെല്ലാം അതിൽ നിന്ന് സിദ്ധിക്കുന്നു. വലൻ തജിദ മിൻ ദൂനിഹി മുൽത്തഹദ, അവനെ കൂടാതെ യാതൊരു രക്ഷാവലംബവും നിനക്ക് കിട്ടുന്നതേ അല്ല. സൂറത്തുൽ കഹ്ഫ്. ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് അള്ളാഹുവിനോട് ശരണം തേടേണ്ടതെന്ന് തുടർന്നുള്ള വചനങ്ങളിൽ പറയുന്നു. 1. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതലിൽ നിന്ന്. അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും അവൻ്റെ സൃഷ്ടി തന്നെ. എല്ലാം ഓരോ തരത്തിലുള്ള നന്മയ്ക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയുമാണ്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ അവ മൂലം ചിലപ്പോൾ നാശനഷ്ടവും ആപത്തും സംഭവിച്ചേക്കും. മനുഷ്യജീവിതത്തിന് അത്യന്താപേക്ഷിതമായ വായു, വെള്ളം, ഭക്ഷണം, തീ ആദിയായവ കൊണ്ടുപോലും മനുഷ്യന് ചിലപ്പോൾ ആപത്ത് നേരിടാറുണ്ടെന്ന് പറയേണ്ടതില്ല. കാരണം ചിലപ്പോൾ നമുക്ക് അജ്ഞാതമായിരിക്കും, ചിലപ്പോൾ സ്വന്തം കൈക്കു തന്നെ വന്ന പാകപ്പിഴവായിരിക്കും, അല്ലെങ്കിൽ അന്യരുടെ കാരണത്താലായിരിക്കും എന്നു മാത്രം. വളരെ ഉപകാരമുള്ള ഇരുമ്പുകൊണ്ട് എന്തെല്ലാം അനർത്ഥങ്ങൾ സംഭവിക്കുന്നു. എത്രയോ വമ്പിച്ച ഒരു അനുഗ്രഹമത്രേ കേവലം നിസ്സാര വസ്തുവായ പേന. അതുകൊണ്ടെഴുതിയ ഒരു വാക്കുമൂലം ചിലപ്പോൾ മഹാവിപത്തിനിടയായേക്കുമല്ലോ. വേണ്ട, ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു വിരൽ ചൂണ്ടൽ, ഇവയെല്ലാം തന്നെ വമ്പിച്ച ആപത്തുകൾ വലിച്ചിടുന്നവയായി തീർന്നേക്കും. മനുഷ്യ സ്വഭാവങ്ങൾ, ചൂടും തണുപ്പും പോലെയുള്ള പ്രകൃതി മാറ്റങ്ങൾ, വീട്, വാഹനം തുടങ്ങിയ ഉപകരണങ്ങൾ ആദിയായവയൊന്നും തന്നെ ഇതിൽ നിന്നൊഴിവില്ല. പിശാച്, ദുഷ്ടജന്തുക്കൾ, രോഗങ്ങൾ മുതലായവയുടെ കാര്യം പറയേണ്ടതുമില്ല. ഇങ്ങനെയുള്ള കണക്കറ്റ ദോഷങ്ങളിൽ ചിലതെല്ലാം മനുഷ്യന്റെ മുൻകരുതൽ കൊണ്ടോ പ്രതിരോധ നടപടി കൊണ്ടോ ഒഴിവായെന്നു വരാം. കഴിയുന്നത്ര സൂക്ഷ്മത ഉണ്ടായിരിക്കൽ ആവശ്യവുമാണ്. എന്നാൽ അതും ഫലപ്രദമായി തീരുന്നത് അള്ളാഹുവിൻ്റെ സഹായത്തോടെ മാത്രമായിരിക്കും. മിക്കതിൽ നിന്നും രക്ഷ ലഭിക്കുന്നതിൽ മനുഷ്യർക്കോ മറ്റു വല്ലവർക്കോ ഒരു പങ്കും ഉണ്ടായിരിക്കുകയുമില്ല. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ വാക്യത്തിൻ്റെ വൈപുല്യവും പ്രാധാന്യവും ഊഹിക്കാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ ഈ വസ്തുത കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു, ഒരു പുതിയ വസ്ത്രം എടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരു പേര് വെക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, അല്ലാഹുമ്മ ലക്കൽ ഹംദു കമാ കസൗതനി അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. അല്ലാഹുവേ, നീ എനിക്ക് ഇത് ധരിക്കുവാൻ തന്നതുപോലെ നിനക്കാണ് സ്തുതി. ഇതിൻ്റെ ഗുണവും ഏതൊന്നിനായി ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവോ അതിൻ്റെ ഗുണവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇതിൻ്റെ കെടുതലിൽ നിന്നും ഇത് ഏതൊന്നിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവോ അതിൻ്റെ കെടുതലിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയും ചെയ്യുന്നു. ദാറുഖുത്നി തിർമിദി. അവിശ്വാസം, കപടവിശ്വാസം, ദാരിദ്ര്യം, അപമാനം, ഉപകാരം ചെയ്യാത്ത അറിവ്, സ്വീകാര്യമല്ലാത്ത കർമ്മം, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന, ഭയഭക്തിയില്ലാത്ത ഹൃദയം, തൃപ്തി വരാത്ത മനസ്സ്, ദുർബലത, ലുബ്ധത, ഭീരുത്വം, മടി, അശുഭകരമായ പര്യവസാനം, വാർദ്ധക്യ ക്ഷീണം, ശത്രുക്കളുടെ സന്തോഷം, ദുഃഖം, വ്യസനം, ധനം കൊണ്ടുള്ള ആപത്ത്, വഞ്ചന, അസൂയ, കണ്ണേറ് അഥവാ കരിങ്കണ്ണ്, ജീവിതത്തിലെ പരീക്ഷണങ്ങൾ, മഹാരോഗങ്ങൾ എന്നിങ്ങനെ അനേകമനേകം കാര്യങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ ശരണം തേടിയിരുന്നതായി ഹദീസുകളിൽ കാണാം. ശർരി മാ ഖലഖ്,
അള്ളാഹു സൃഷ്ടിച്ചവയുടെ കെടുതലുകളിൽ നിന്നും ശരണം തേടുക എന്നതിൻ്റെ വ്യാപ്തിയും ഉദാഹരണങ്ങളും ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. ചില ഹദീസു ഗ്രന്ഥങ്ങളിൽ ഇത്തരം പ്രാർത്ഥനകൾക്ക് പ്രത്യേകം അധ്യായങ്ങൾ അഥവാ ബാബുൽ ഇസ്തിഗാദാത്ത് തന്നെ ഏർപ്പെടുത്തി കാണാം. സത്യവിശ്വാസി അതെല്ലാം അറിയുകയും മാതൃകയാക്കുകയും ചെയ്യൽ അത്യാവശ്യമത്രേ. പൊതുവായ കെടുതലുകളിൽ നിന്ന് ശരണം ചോദിക്കുന്നതിനെപ്പറ്റി ആദ്യം പ്രസ്താവിച്ച ശേഷം പ്രധാനപ്പെട്ട ചില പ്രത്യേക കെടുതലുകളെക്കുറിച്ച് പറയുന്നു. 2. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഇരുട്ടിയ രാത്രി മൂടി വരുമ്പോഴത്തെ കെടുതലിൽ നിന്നും. ആപത്തുകൾ സംഭവിക്കുവാനുള്ള സാധ്യത പകലിനേക്കാൾ രാത്രി കൂടുതലാണല്ലോ. പകൽ സമയത്ത് എവിടെ പോകുവാനും ഭയമില്ലാത്തവർക്ക് പോലും രാത്രി പുറത്തിറങ്ങി വിഹരിക്കുവാൻ പേടി തോന്നും. എനിക്കൊരു പേടിയുമില്ല എന്ന് ദുരഭിമാനിച്ചുകൊണ്ട് വെളിച്ചമോ മറ്റു മുൻകരുതലുകളോ ഇല്ലാതെ രാത്രിയിൽ സഞ്ചരിക്കുന്ന പലർക്കും അപ്രതീക്ഷിതമായ ആപത്തുകൾ ഓർക്കാപ്പുറത്ത് നേരിടുന്നതും ദുർലഭമല്ല. വാസ്തവത്തിൽ ആ പേടിയില്ലായ്മ ധീരത അല്ല, തൻ്റെ ഇടമില്ലായ്മയും ഭോഷത്വവുമാകുന്നു. രാത്രിയുടെ മാത്രമല്ല, ഈ സൂറത്തിലും അടുത്ത സൂറത്തിലുമായി അള്ളാഹു തുടർന്നു പറയുന്ന മറ്റു കാര്യങ്ങളുടെയും കെടുതലുകളിൽ നിന്ന് രക്ഷ തേടുവാൻ കൽപ്പിച്ചതിൽ നിന്ന് അവ ഓരോന്നിനാലും ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ അവ ഭൗതികമോ ധാർമ്മികമോ ആവട്ടെ വമ്പിച്ചതായിരിക്കുമെന്ന് മനസ്സിലാക്കാം. അജ്ഞാതവും അപ്രതീക്ഷിതവുമായ മാർഗങ്ങളിൽ കൂടിയും സാധാരണഗതിയിൽ ആപൽശങ്കക്കിടമില്ലാത്ത മാർഗങ്ങളിൽ കൂടിയും ആപത്തുകൾ നേരിടുന്നതിനെക്കുറിച്ച് നാം സദാ ജാഗരൂകരായിരിക്കേണ്ടതുണ്ടെന്നും അതിൽ നിന്ന് രക്ഷക്കായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ടെന്നും ഇതിൽ നിന്നു നാം ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. 3. വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്. കെട്ടുകളിൽ മന്ത്രിച്ച് ഊതുന്നവരുടെ കെടുതലിൽ നിന്നും. മന്ത്രവാദം നടത്തുന്നവരും സിഹർ അഥവാ മാരണം, ജാലവിദ്യ മുതലായവ നടത്തുന്നവരുമാണ് കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ട് ഉദ്ദേശ്യം. നഫ്സ് എന്ന മൂലപദത്തിൽ നിന്നുള്ളതാണ് നഫാസാത്ത് എന്ന വാക്ക്. അല്പം തുപ്പുനീർ തെറിപ്പിച്ചുകൊണ്ടുള്ള ഊത്തിനാണ് അത് ഉപയോഗിക്കാറുള്ളത്. ഇത് മന്ത്രതന്ത്രങ്ങൾ നടത്തുന്നവരുടെ പതിവാണ്. നൂലിലോ കയറിൻ്റെ കഷ്ണത്തിലോ കെട്ടുകളുണ്ടാക്കി അതിൽ ഊതലും അത്തരക്കാർ ചെയ്യുന്നു. അതുകൊണ്ടാണ് മിക്ക മുഫസ്സിറുകളും മുൻഗാമികൾ വിശേഷിച്ചും അങ്ങനെ വിവക്ഷ നൽകുവാൻ കാരണം. മന്ത്രക്കാരും സിഹറുകാരും വരുത്തി തീർക്കുന്ന വിനകൾ ഭയങ്കരവും ദുർഗ്രാഹ്യവുമായിരിക്കുന്നതുകൊണ്ടാണ് അള്ളാഹു അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. കെട്ടുകളിൽ ഊതുന്നവർ എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം പുരുഷന്മാരുടെ മനോദൃഢതയെ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുപ്രയോഗങ്ങൾ വഴി മാറ്റിമറിക്കുന്ന സ്ത്രീകളാണെന്നും ഒരു അഭിപ്രായമുണ്ട്. അബൂ മുസ്ലിമിൻ്റേതായ ഈ അഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അധിക ഭാഗവും പറഞ്ഞതിന് എതിരില്ലായിരുന്നുവെങ്കിൽ ഇതൊരു നല്ല അഭിപ്രായം തന്നെയായിരുന്നു. നഫാസാത്ത് എന്ന പദം സ്ത്രീലിംഗ രൂപത്തിലുള്ളതാകൊണ്ടായിരിക്കും അതിന് സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഈ വിവക്ഷ അബൂ മുസ്ലിം നൽകിയത്. അള്ളാഹുവിനറിയാം. വാസ്തവത്തിൽ സ്ത്രീലിംഗ രൂപത്തിലുള്ള ആ പദം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് വ്യാകരണ നിയമപ്രകാരം യഥാർത്ഥ സ്ത്രീകൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഊത്തുകാരായ ആത്മാക്കൾ എന്നോ ദേഹങ്ങൾ എന്നോ വിഭാഗക്കാർ എന്നോ കൽപ്പിച്ചാൽ ധാരാളം മതിയാകും. അഥവാ അന്നുഫൂസു അവിൽ ജമാഅത്ത് വനഹ്വിഹ. ഇതാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ സ്വീകരിച്ചിട്ടുള്ളതും. കെട്ടുകളിൽ ഊതുക എന്നതുകൊണ്ട് ഉദ്ദേശ്യം എന്തായിരുന്നാലും ശരി, ആ പ്രവൃത്തി നടത്തുന്ന എല്ലാവരും പുരുഷനോ സ്ത്രീയോ ആവട്ടെ അതിൽ ഉൾപ്പെടുന്നുവെന്ന് വെക്കുന്നതാണ് ന്യായവും യുക്തവും. ഏഷണി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ട് വിവക്ഷ എന്നു വേറെയും ഒരഭിപ്രായമുണ്ട്. ഇത് പിൻഗാമികളായ ചില വ്യാഖ്യാതാക്കൾ സ്വീകരിച്ചതാണ്. പുരുഷന്മാരെ മയക്കി വശീകരിക്കുന്ന സ്ത്രീകളും ഏഷണിക്കാരും വരുത്തി തീർക്കുന്ന ആപത്തുകൾ വമ്പിച്ചതും അള്ളാഹുവിനോട് ശരണം തേടപ്പെടേണ്ടതുമാണെന്നതിൽ സംശയമില്ല. പക്ഷേ അള്ളാഹു ഉപയോഗിച്ച വാക്കിൻ്റെ ശരിയായ അർത്ഥം നോക്കുമ്പോൾ ഭൂരിപക്ഷം മുഫസ്സിറുകളും യോജിക്കുന്ന ഒന്നാമത്തെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. മുജാഹിദ്, ഇക്രിമ, ഹസൻ, ഖത്താദ, ലൊഹാക്ക് റഹ്മത്തുള്ളാഹി അലൈഹിം മുതലായവർ സ്വീകരിച്ചിട്ടുള്ളതും അതുതന്നെ. ഒടുവിലത്തെ രണ്ടഭിപ്രായങ്ങളും ആ വാക്ക് ഒരു അലങ്കാര പ്രയോഗമാണെന്നുള്ള അടിസ്ഥാനത്തിലാണ്. സാക്ഷാൽ അർത്ഥം കൽപ്പിക്കുന്നതിന് തടസ്സമില്ലാത്തപ്പോൾ അലങ്കാരാർത്ഥം സ്വീകരിക്കുന്നതിന് ന്യായീകരണമില്ല. സിഹ്റുകാരെ കൊണ്ടും മന്ത്രവാദക്കാരെ കൊണ്ടുമുണ്ടാകുന്ന ദോഷങ്ങളും അവർ നടത്തുന്ന പൈശാചിക പ്രവർത്തനങ്ങളും അധികം വിസ്തരിച്ചു പറയേണ്ടതില്ല. രോഗം മാറ്റുവാൻ, ഭാഗ്യം സിദ്ധിക്കുവാൻ, അന്യന് ആപത്ത് നേരിടുവാൻ, തമ്മിൽ പിണക്കമുണ്ടാക്കുവാൻ, അങ്ങനെ പലതിൻ്റെ പേരിലും ഹോമം, ജപം, മുട്ടറുക്കൽ, ഉറുക്ക്, മന്ത്രം, ജ്യോത്സ്യം എന്നിങ്ങനെ പലതും നടത്തി അവർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. അസ്മാഇൻ്റെ പണിക്കാർ, തൊൽസമാത്തുകാർ എന്നിങ്ങനെയുള്ള അറബി പേരുകളിൽ അറിയപ്പെടുന്നവരും ഇതിൽ ഉൾപ്പെടുന്നവർ തന്നെ. ഇവർ തങ്ങളുടെ മന്ത്രതന്ത്രങ്ങളിൽ
ചില ഖുർആൻ വചനങ്ങളും ദിക്റുകൾ മുതലായവയും കൂട്ടിക്കലർത്തുന്നതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകുന്നതല്ല. വേണമെങ്കിൽ ഈ സൂറത്തു തന്നെ മോദിക്കൊണ്ട് കെട്ടുകളിൽ മന്ത്രിക്കുന്ന അവരുടെ കെടുതലിൽ നിന്നു തന്നെ അവരറിയാതെ അവർ അള്ളാഹുവിൽ ശരണം തേടിയെന്ന് വന്നേക്കും. അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അതേ രൂപത്തിൽ തന്നെ അവർക്ക് പോലും അജ്ഞാതമായ ഏതോ ചില പേരുകൾ വിളിച്ച് പ്രാർത്ഥിക്കലും അർത്ഥം ഗ്രാഹ്യമല്ലാത്ത വാക്കുകൾ ഉരുവിടലും അവരുടെ പതിവാണ്. പിശാചിനെ സേവിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ചില മുസ്ലിം നാമധാരികളായ അവിശ്വാസികൾ തങ്ങളുടെ പൂജാകർമ്മങ്ങളിൽ ചിലപ്പോൾ സൂറത്ത് യാസീൻ പോലെയുള്ള ഖുർആന്റെ ഭാഗങ്ങളും തൗഹീദിന്റെ കലിമയും മറ്റും ഉരുവിട്ടെന്ന് വരും. പാമരന്മാരെ വഞ്ചിക്കുവാൻ വേണ്ടി പിശാച് ആസൂത്രണം ചെയ്യുന്ന അതിസമർത്ഥമായ പകിട്ടുവിദ്യകളത്രേ ഇതെല്ലാം. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ റസൂലും നിർദ്ദേശിച്ചും അനുവദിച്ചും തന്നിട്ടില്ലാത്ത എല്ലാ മന്ത്രതന്ത്രങ്ങളും തെറ്റായതും അവ മൂലം ഏർപ്പെടാവുന്ന കെടുതികൾ വളരെ വമ്പിച്ചതുമാകുന്നു. ഇസ്ലാമിൽ മന്ത്രമേയില്ല, എല്ലാ മന്ത്രവും അന്ധവിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എന്നിങ്ങനെയുള്ള ചില ചിന്താഗതിക്കാരെയും അഭിപ്രായക്കാരെയും ഇന്ന് കാണാം. ഇത് തികച്ചും തെറ്റായ ഒരു വാദമത്രേ. താഴെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്നും മറ്റും മന്ത്രത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിധി എന്തെന്ന് മനസ്സിലാക്കാവുന്നതാകുന്നു. സിഹറിനു യാഥാർത്ഥ്യമില്ല. ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹറുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിദ്യകൾക്കു മാത്രമുള്ള പേരാണ് സിഹർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനും നബിവചനങ്ങൾക്കും എതിരാകുന്നു. ഈ അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിലാണ് കെട്ടുകളിൽ ഊതുന്നവർ അന്നഫാസാത്തി ഫിൽ ഉഖദ് എന്നതിൻ്റെ വിവക്ഷ ഏഷണിക്കാരാണെന്നും പുരുഷന്മാരെ മയക്കുന്ന സ്ത്രീകളാണെന്നും മുകളിൽ ഉദ്ധരിച്ച വ്യാഖ്യാനങ്ങൾ വാസ്തവത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഇവിടെ കൂടുതൽ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. മർഹൂം അല്ലാമ സയ്യിദ് ഖുതുബിൻ്റെ ഒരു പ്രസ്താവന കൊണ്ട് തൽക്കാലം മതിയാക്കാം. അതിങ്ങനെ സംഗ്രഹിക്കാവുന്നതാണ്. കെട്ടുകളിൽ ഊതുന്നവർ എന്ന് വെച്ചാൽ ബാഹ്യേന്ദ്രിയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും കബളിപ്പിക്കുക വഴി ഉപദ്രവ പ്രവർത്തനങ്ങൾ നടത്തുന്ന സിഹറുകാരാകുന്നു. വല്ല നൂലിലോ ഉറുമാലിലോ കെട്ടിട്ടുകൊണ്ട് അവർ അതിൽ ഊതുന്നതാണ്. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുന്നതോ പുതിയ ഏതെങ്കിലും യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതോ അല്ല സിഹർ. പക്ഷേ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളെ സിഹറിന്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അതു കബളിപ്പിച്ചേക്കും. ഇതാണ് മൂസ അലൈഹിസ്സലാം നബിയുടെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹർ. സിഹറുകാരുടെ കയറുകളും വടികളും അവരുടെ സിഹർ നിമിത്തം ഓടുന്നതായി അദ്ദേഹത്തിന് തോന്നിക്കപ്പെട്ടിരുന്നുവെന്നും അതിനാൽ അദ്ദേഹത്തിനു മനസ്സിൽ ഭയം തോന്നിയിരുന്നുവെന്നും ഭയപ്പെടേണ്ടതില്ല, താൻ തന്നെയാണ് ഉന്നതൻ എന്ന് അള്ളാഹു പറഞ്ഞുവെന്നും സൂറത്തു ത്വാഹയിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ കയറും വടിയുമൊന്നും സർപ്പമായി മാറിയിട്ടില്ല. മൂസ അലൈഹിസ്സലാം നബിക്കും ജനങ്ങൾക്കും അങ്ങനെ തോന്നുകയാണുണ്ടായത് എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് അള്ളാഹു സ്ഥൈര്യം നൽകിയതോടുകൂടി ഭയം നീങ്ങി. പിന്നീട് യഥാർത്ഥം തുറന്നു കാണുകയും ചെയ്തു. ഇതാണ് സിഹറിൻ്റെ സ്വഭാവ പ്രകൃതി. ഇതു നാം സമ്മതിച്ച് സ്വീകരിക്കേണ്ടതാണ്. ഇതനുസരിച്ച് സിഹർ മനുഷ്യരിൽ ചില മാറ്റമുണ്ടാക്കുകയും സിഹറുകാരൻ്റെ ഹിതപ്രകാരമുള്ള ചില മാറ്റങ്ങൾ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളിൽ അവൻ ഉളവാക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനോട് ശരണം തേടേണ്ടുന്ന കെടുതൽ തന്നെയാണിത്. സിഹറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അതിർത്തിയിൽ നിലയുറപ്പിക്കുക. ഫി ലിലാലിൽ ഖുർആൻ. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകുകയോ സിഹർ കൊണ്ട് സാധ്യമല്ല. എങ്കിലും മനുഷ്യന്റെ മനസ്സിലും കാഴ്ച, കേൾവി മുതലായവയിലും വഞ്ചനാപരമായ മാറ്റമുണ്ടാക്കി ഉപദ്രവം ചെയ്യുവാൻ സിഹിർ കാരണമാണെന്നത്രേ ഈ ഉദ്ധരണിയുടെ ചുരുക്കം. ജനങ്ങൾക്കിടയിൽ പിണക്കവും വഴക്കും ഉണ്ടാക്കുക, ചില മനുഷ്യ പിശാചുക്കളിൽ ദിവ്യത്വവും അസാധാരണമായ കഴിവും ഉള്ളതായി തെറ്റിദ്ധരിപ്പിക്കുക മുതലായ പല നാശങ്ങളും അതുകൊണ്ടുണ്ടായിത്തീരുന്നു. ഇന്ദ്രജാലം, ആഭിചാരം, മായവിദ്യ, ജാലം, കൺകെട്ട്, ചെപ്പടിവിദ്യ എന്നൊക്കെ പറയുന്നത് സിഹറിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതത്രേ. മനുഷ്യനെ മൃഗമാക്കുക, കല്ല് സ്വർണമാക്കി മാറ്റുക പോലെയുള്ള കഴിവുകൾ സിഹറിനുണ്ടെന്ന ധാരണ തികച്ചും മൗഢ്യവും അടിസ്ഥാനമില്ലാത്തതുമാകുന്നു. പക്ഷേ അതുകൊണ്ട് സിഹറിൻ്റെ എല്ലാ ഇനങ്ങളെയും അവ മൂലം എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നതിനെയും നിഷേധിക്കുവാൻ സാധ്യമല്ല. നേരെ മറിച്ച് സിഹറിൻ്റെ ഇനത്തിൽപ്പെട്ടതായി അറിയപ്പെടുന്നതിലൊന്നും തന്നെ ഒരു യാഥാർത്ഥ്യവുമില്ലെന്ന ധാരണയും ശരിയല്ല. ഇതാണ് വാസ്തവം. 4. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന കെടുതിയിൽ നിന്നും. മറ്റുള്ളവർക്ക് വല്ല നന്മയും കൈവരുന്നതിലുള്ള അതൃപ്തിയാണ് അസൂയ. മറ്റുള്ളവരുടെ നന്മ മൂലം തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെങ്കിലും അസൂയക്കാരന് അത് സഹിക്കുവാൻ സാധിക്കയില്ല. അങ്ങനെ അവൻ അവർക്ക് തുരങ്കം വെക്കുവാനും അവരെ അബദ്ധത്തിൽ ചാടിക്കുവാനും തന്നാലാകുന്ന കുതന്ത്രങ്ങളും ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും.
സമനിലക്കാരെന്ന് കരുതപ്പെടുന്നവർ തമ്മിലാണ് അസൂയക്ക് കൂടുതൽ സ്ഥാനമുണ്ടാകുക. സാധാരണക്കാരെ അപേക്ഷിച്ച് യോഗ്യതയും സ്ഥാനമാനമുള്ളവർക്കിടയിലും കൂടുതലായി കാണാം. ഭൗതിക നന്മകളിൽ മാത്രമല്ല, മതപരവും പാരത്രികവുമായ കാര്യങ്ങളിലും അസൂയ ഉണ്ടാകാറുണ്ട്. വ്യക്തികൾ തമ്മിലെന്ന പോലെ സമൂഹങ്ങളും സമുദായങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലും അസൂയ പിടിപെടും. യൂസുഫ് അലൈഹി വസലാം നബിയുടെ സഹോദരന്മാർ അദ്ദേഹത്തെ കിണറ്റിലിട്ടതും ഒരു നീണ്ടകാലം അക്ഷമയോടെ തങ്ങൾ കാത്തുകൊണ്ടിരുന്ന പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം അറബികളിൽപ്പെട്ട ആളാകൊണ്ട് വേദക്കാർ ഇസ്ലാമിൻ്റെ ശത്രുക്കളായി മാറിയതും അസൂയ കൊണ്ടായിരുന്നു. എന്നിരിക്കെ അസൂയ നിമിത്തം നേരിടുന്ന ആപത്തുകൾ അതിഭയങ്കരമാണെന്ന് ഊഹിക്കാമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ 3 സൂറത്തുകൾ അഥവാ അൽ മുഅവ്വിദാത്ത് ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈകൊണ്ട് തടവിക്കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിനു സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടമില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനവേളയിൽ ബുഖാരിയുടെ വ്യാഖ്യാതാവായ ഇമാം അസ്ഖലാനി റഹിമഹുല്ല ചെയ്ത ഒരു പ്രസ്താവന അറിയുന്നത് ഇവിടെ പ്രയോജനകരമായിരിക്കും. അദ്ദേഹം ആ പ്രസ്താവന ഇങ്ങനെ ആരംഭിക്കുന്നു: തിർമിദിയും നസായിയും റഹ്മത്തുള്ളാഹി അലൈഹിമ നിവേദനം ചെയ്തിരിക്കുന്നു. മുഅവ്വിദാത്ത് അഥവാ സൂറത്ത് ഇഖ്ലാസും ഫലഖും നാസും അവതരിക്കുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളിൽ നിന്നും മനുഷ്യൻ്റെ കണ്ണേറിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടാറുണ്ടായിരുന്നു. പിന്നീട് അവ ആ സൂറത്തുകൾ സ്വീകരിക്കുകയും മറ്റുള്ളവ അഥവാ മറ്റു വാചകങ്ങളിലുള്ള ശരണം തേടൽ വിട്ടുകളയുകയും ചെയ്തു. അനന്തരം അസ്ഖലാനി റഹിമഹുല്ല ഇങ്ങനെ തുടരുന്നു: മറ്റുള്ള തഅവ്വുദ് അഥവാ ശരണം തേടലുകളൊന്നും പാടില്ലെന്ന് ഈ ഹദീസ് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഇവ കൊണ്ടുള്ള തേട്ടമാണ് കൂടുതൽ നല്ലത്. ഇവയല്ലാത്തതുകൊണ്ടുള്ള ശരണം തേടൽ ഉണ്ടായിട്ടുണ്ട് താനും. എല്ലാവിധ കെടുതികളിൽ നിന്നുമുള്ള രക്ഷതേടൽ മൊത്തത്തിലും വിശദ രൂപത്തിലും ഈ 2 സൂറത്തുകളിൽ അടങ്ങിയിരിക്കുന്നതാണ് തിരുമേനി അവ കൊണ്ട് മതിയാക്കുവാൻ കാരണം. 3 നിബന്ധനകൾ ഒത്തുവന്നാൽ മന്ത്രങ്ങൾക്ക് വിരോധമില്ലെന്നുള്ളതിൽ പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു. 1. അള്ളാഹുവിൻ്റെ വാക്യമോ അവൻ്റെ നാമങ്ങളോ അവൻ്റെ ഗുണവിശേഷങ്ങളോ കൊണ്ടായിരിക്കുക. 2. അറബി ഭാഷയിലോ അർത്ഥം അറിയാവുന്ന മറ്റു ഭാഷയിലോ ആയിരിക്കുക. 3. ഫലം ചെയ്യുവാൻ മന്ത്രത്തിന് സ്വയം ശക്തിയില്ല, അള്ളാഹു മാത്രമാണ് ഫലം നൽകുന്നവൻ എന്ന വിശ്വാസം ഉണ്ടായിരിക്കുക. ഫതുഹുൽ ബാരി. മന്ത്രങ്ങൾ അറബിയിലോ അർത്ഥം അറിയാവുന്ന ഭാഷയിലോ ആയിരിക്കണമെന്ന് അസ്ഖലാനി റഹിമഹുല്ല പറഞ്ഞുവല്ലോ. അറബി അറിയാത്തവരെ സംബന്ധിച്ച് മന്ത്രം അറബിയിലായാൽ മതി എന്ന് ഇതിനർത്ഥമാക്കിക്കൂടാ. അറബികളെ സംബന്ധിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അറബികൾക്ക് ആ ഭാഷ അറിയാതിരിക്കയില്ലല്ലോ. പക്ഷേ മന്ത്രിക്കുന്ന വാക്യങ്ങൾ ഖുർആനിലോ ഹദീസിലോ ഉള്ളതാണെങ്കിൽ അർത്ഥം അറിയാത്തവർക്കും അതുപയോഗിക്കുന്നതിന് വിരോധമില്ല. എങ്കിലും ശരിയായ ഫലം ലഭിക്കുവാൻ അർത്ഥം അറിഞ്ഞിരിക്കൽ ആവശ്യമാണ് താനും. മന്ത്രങ്ങൾ അർത്ഥം അറിയുന്നതോ ഖുർആനിലോ ഹദീസിലോ വന്നതോ ആയിരിക്കണമെന്ന് നിബന്ധന ഉണ്ടാവാൻ പ്രധാന കാരണം സാധാരണ മന്ത്രങ്ങളിൽ കുറ്റകരമോ അനിസ്ലാമികമോ ആയ ഭാഗങ്ങളുണ്ടാകാറുണ്ടെന്നുള്ളതാണ്. അഥവാ ഇല്ലെന്ന് വന്നാൽ പോലും അർത്ഥം അറിയാത്ത വാക്കുകൾ ഉരുവിടുന്നതിൽ എന്താണ് പ്രയോജനമുള്ളത്? അസ്ഖലാനി റഹിമഹുല്ല ചൂണ്ടിക്കാട്ടിയതുപോലെ സൂറത്ത് ഫലഖിലും നാസിലും ഉള്ളതല്ലാത്ത മറ്റു വാചകങ്ങൾ ഉപയോഗിച്ച് ശരണം തേടുകയോ മന്ത്രിക്കുകയോ ചെയ്യുന്നതിന് വിരോധമില്ലെന്നും വിരോധിക്കപ്പെട്ടിരിക്കുന്നത് ഏത് തരത്തിലുള്ള മന്ത്രങ്ങളാണെന്നും താഴെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു: ഞങ്ങൾ ജാഹിലിയത്തിൽ അഥവാ ഇസ്ലാമിന് മുമ്പ് മന്ത്രം നടത്താറുണ്ടായിരുന്നു. ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അതിനെപ്പറ്റി അവിടുന്ന് എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു: നിങ്ങളുടെ മന്ത്രം എനിക്ക് കാട്ടിത്തരുവീൻ, ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. മന്ത്രത്തിൽ ശിർക്കൊന്നുമില്ലെങ്കിൽ അതിന് തിരക്കേടില്ല. മുസ്ലിം. ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന മന്ത്രങ്ങൾ ശിർക്കു കലർന്നതായിരുന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ഹദീസിൽ തിരുമേനി ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നതും: നിശ്ചയമായും മന്ത്രവാദങ്ങളും തമീമത്തുകളും തിവലത്തും ശിർക്കാകുന്നു. ദാറുഖുത്നി. കാവലിനും രക്ഷയ്ക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഉറുക്ക്, കവചം മുതലായവയാണ് തമീമത്തും തിവലത്തും.
അഥവാ അത്തിവലത്തു വത്തമായിം. ഇതിൻ്റെ മുമ്പുദ്ധരിച്ച ഹദീസിലും മറ്റും അനുവദിച്ചതല്ലാത്ത എല്ലാത്തരം മന്ത്രങ്ങളും ഉറുക്ക്, കവചം, ഐക്കൽ മുതലായ എല്ലാ ശരണവകുപ്പുകളും അനുവദനീയമല്ലാത്തതാണെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ശരണം തേടിയിരുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. സാരം: എല്ലാ പിശാചിൽ നിന്നും, എല്ലാ വിഷജന്തുക്കളിൽ നിന്നും, ദുഷ്ടക്കണ്ണുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ പരിപൂർണ വചനങ്ങൾ മുഖേന ഞാൻ നിങ്ങൾക്കു ശരണം തേടുന്നു. എന്നിട്ട് തിരുമേനി ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: നിങ്ങളുടെ പിതാവ് അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാക്കിനും അലൈഹിമുസ്സലാം ഇപ്രകാരം ശരണം തേടിയിരുന്നു. ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രോഗികളെ മന്ത്രിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് വശ്ഫിഹി അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. മുത്തഫഖുൻ അലൈഹി. സാരം: അള്ളാഹുവേ, മനുഷ്യരുടെ റബ്ബേ, വിഷമം നീക്കിത്തരണമേ, ഇവനെ സുഖപ്പെടുത്തുകയും വേണമേ. നീയാണ് സുഖപ്പെടുത്തുന്നവൻ. നീ നൽകുന്ന സുഖമല്ലാതെ സുഖമില്ല. യാതൊരു രോഗവും അവശേഷിക്കാത്തവണ്ണം സുഖം നൽകണമേ. ബുഖാരി, മുസ്ലിം. മാതൃകയ്ക്കു വേണ്ടി മാത്രം ഉദ്ധരിച്ച ഈ നബിവചനങ്ങളിൽ നിന്ന് മന്ത്രത്തെയും ശരണം തേടുന്നതിനെയും സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ നിലപാട് എന്താണെന്ന്